ഹായ് ഫ്രണ്ട്സ്, വീട്ടിലെ രുചിയിലെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ബിരിയാണിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ചൈനീസ് ഫ്രൈഡ് റൈസ് നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, നമ്മളെപ്പോഴും ഉണ്ടാക്കി കഴിക്കുന്നതുമാണ്. എന്നാൽ അതിനേക്കാളും കുറച്ചും കൂടി സിമ്പിളായിട്ടും ചില മസാലക്കൂട്ടുകളുടെ വ്യത്യാസത്തിലാണ് നമ്മളിന്ന് ചൈനീസ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള റൈസാണ് നമ്മൾ ആദ്യമേ തന്നെ തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി 2 കപ്പ് ബാസ്മതി റൈസാണ് ഞാൻ എടുത്തിരുന്നത്. അത് നന്നായിട്ട് കഴുകി അരമണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം ഈ ഒരു പാത്രത്തിലോട്ട് ഊറ്റി മാറ്റി വെച്ചതാണ്. നന്നായിട്ട് വെട്ടിത്തിളക്കുന്ന വെള്ളത്തിലോട്ടാണ് നമ്മൾ ഈ ഊറ്റി വെച്ചിരിക്കുന്ന റൈസിന് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇനി ചൈനീസ് ബിരിയാണി ആണെങ്കിൽ പോലും നമ്മുടെ റൈസിന് നല്ലൊരു ബിരിയാണിയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒരു കഷ്ണം ബേ ലീവ്സും ഒരു ചെറിയ കഷ്ണം പട്ടയും 3-4 ഏലക്കയും കറയാമ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കുറച്ച് ഓയിലിട്ട് നമുക്കതിനൊന്ന് ഇളക്കി മൂടി വെച്ച് വേവിക്കാം. കുതിർത്തി വെച്ചിരുന്ന അരിയായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒരുപാട് നേരം മൂടി വെക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കാം. ഏകദേശം ഒരു 80% വേവ് ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കതിനൊരു പാത്രത്തിലോട്ട് സ്റ്റെയിൻ ചെയ്ത് മാറ്റി വെക്കാം. ഇനി ആ റൈസിന് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി ആദ്യമേ ചേർത്ത് കൊടുത്ത സ്പൈസസ് എല്ലാം പെറുക്കി മാറ്റി വെക്കാം. അടുത്തതായി നമ്മൾ ചൈനീസ് ബിരിയാണിയുടെ മെയിൻ മസാലക്കൂട്ട് റെഡിയാക്കാൻ പോവുകയാണ്. അതിനായിട്ട് നല്ല ചൂടായിട്ടുള്ള പാനിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലോട്ട് 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി തന്നെ അതിനൊന്ന് മൊരിച്ചെടുക്കാം. അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം മൊരിഞ്ഞ് ചെറിയൊരു ബ്രൗൺ കളർ വരുന്ന സമയത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 കപ്പ് ചിക്കനും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് അതിനോടുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ പീസുകളെല്ലാം തന്നെ ആ ഒരു എണ്ണയോടുകൂടി നന്നായിട്ട് ചൂടായി അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വെള്ളം പുറത്തോട്ട് വരും. അതിൽ തന്നെ ആ ഒരു ചിക്കൻ നന്നായിട്ട് വെന്ത് അതിൻ്റെ കളർ ചെറുതായിട്ട് മാറി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2-3 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇരിക്കുമ്പോൾ തന്നെ ചിക്കൻ നന്നായിട്ട് വേവും. ഇനി ഒരുപാട് വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ജ്യൂസി ഫീലിംഗ് വിട്ട് അത് കുറച്ചും കൂടി ഹാർഡായി പോകും. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാൻ മറക്കരുത്. ഇനി ആ ഒരു ചൈനീസ് ബിരിയാണിയുടെ മെയിൻ സ്പൈസി ഫീലിംഗ് ഇരിക്കുന്ന ആ ഒരു കുരുമുളക് പൊടിയിലാണ് ഒരു 1.5-2 ടേബിൾ സ്പൂൺ നമ്മുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഒരു സ്പൈസി ഫീലിങ്ങിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മുടെ ചൈനീസ് ബിരിയാണിക്ക് ആ ഒരു ചൈനീസ് ടേസ്റ്റും ലുക്കും കൊടുക്കാനായിട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിളും കൂടി ചേർത്ത് കൊടുക്കാം. അതിനായി ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും 3-4 ബേബി കോണും കുറച്ച് ബീൻസും ഒരു മീഡിയം സൈസ് ക്യാരറ്റ് അരിഞ്ഞതും ചേർത്ത് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതേപോലെ തന്നെ 2-3 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസും ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ 2 മിനിറ്റ് കൂടി നന്നായിട്ട് അതിനൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അടുത്തതായി നമ്മുടെ ചൈനീസ് ബിരിയാണിയുടെ മെയിൻ ടേസ്റ്റ് മേക്കറാണ്, അതായത് ചിക്കൻ സ്റ്റോക്കും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ചിക്കൻ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. കുറച്ച് വെജിറ്റബിളും പെപ്പറും സോൾട്ടും ചിക്കൻ പീസും എല്ലാം കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുന്നതിനാണ് നമ്മൾ ചിക്കൻ സ്റ്റോക്കായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചിക്കൻ വേവിച്ച വെള്ളം ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ചിക്കൻ സ്റ്റോക്കും ആ ഒരു വെജിറ്റബിളും മസാലകളെല്ലാം നന്നായിട്ട് ചേർന്ന് മിക്സായി വരുന്ന സമയത്ത് ആ ഒരു ചൈനീസ് ടേസ്റ്റ് മെയിനായിട്ട് വരുന്ന സോയാ സോസും കൂടി നമുക്ക് 2-3 ടേബിൾ സ്പൂൺ നമ്മുടെ ആ ഒരു പുളിയുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അങ്ങനെ സോയാ സോസും 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ആ ഒരു വെജിറ്റബിളും മസാലയും ചിക്കനൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന റൈസും കൂടി ചേർത്ത് അതിനോടുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ ആ ഒരു ചൈനീസ് ബിരിയാണിയുടെ നല്ലൊരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുത്തിരിക്കുന്ന ആ റൈസിലുള്ള ആ ഒരു സ്പൈസസിൻ്റെയും പിന്നെ ചേർത്ത് കൊടുത്ത ആ ഒരു ചിക്കൻ ആ ഒരു ഫ്രൈ ആയതിൻ്റെയും ആ ഒരു ബ്ലാക്ക് പെപ്പറിൻ്റെയും സോയാ സോസിൻ്റെയും എല്ലാം സ്മെല്ല് നല്ല പുറത്തോട്ട് വന്ന് നല്ല അടിപൊളി ചൈനീസ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ്.
ചൈനീസ് ബിരിയാണിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്ക് വൈസും ഇൻഗ്രീഡിയൻസ് വൈസും ഫ്രൈഡ് റൈസ് ആയിട്ട് ഒരുപാട് സാമ്യം തോന്നുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ഫ്ലേവർ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്പൈസി ഫ്ലേവറും കൂടി ഇതിന് വരുന്നുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റുകൾ അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.